വെൽക്കം ബാക്ക് ടു ആംസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ ഞാനും അമ്മ, ഏട്ടത്തി, അനിയത്തി, ഞങ്ങൾ കുട്ടി എല്ലാവരും കൂടെയാണ് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ജ്വല്ലറി എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ. അങ്ങനെ ഞങ്ങളിതാ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് വന്നിട്ടുള്ളത്. വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, അവിടുത്തെ ബ്രാഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എത്തിയുടനെ തന്നെ നമ്മളിതാ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം തന്നെ നമ്മൾ പറയുന്ന മോഡലിലൊക്കെ അവർ അവിടെ ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ആദ്യം തന്നെ ചെയിനൊക്കെയാണ് നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്കുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അധികം പരന്ന ടൈപ്പ് ഉള്ളതൊന്നും വേണ്ട എന്നുള്ളതായിരുന്നു. അത്യാവശ്യം സിമ്പിളായിട്ട് അവൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ കൂടെ പറ്റിയിട്ടുള്ള ടൈപ്പ് മതി എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങളും അങ്ങനത്തെ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ വെഡ്ഡിങ്ങിനും ഞാൻ അങ്ങനത്തെയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ കാണുമ്പോഴും നല്ല ഭംഗിയാട്ടോ. അത്യാവശ്യം ആൻറ്റിക് പീസും അതുപോലെ എല്ലാ ബ്രൈഡ്സിനും സ്യൂട്ടായിരുന്ന ടൈപ്പ് മോഡൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റൂബിയും പേളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ചെറിയ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. എനിക്കതായിരുന്നു പണി, അവിടുത്തെ കളക്ഷൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ നല്ല പാലക്ക മാല, നല്ല ട്രഡീഷണൽ കളക്ഷൻസൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആദ്യം എന്താ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ചെയിനാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം താലിമാല അധികം യൂസ് ചെയ്യില്ലല്ലോ, അങ്ങനെ സിമ്പിളായിട്ട് അതിലേക്ക് താലി മാറ്റിയിടാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമുക്ക് ലോക്കറ്റ് നോക്കണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ലോക്കറ്റ് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിലുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തരും, അല്ലെങ്കിൽ അവിടെ നിന്ന് റെഡി ആയിട്ടുള്ള പീസ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസാണ് കേട്ടോ അവൾ എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കഴുത്തിലേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി മാലയൊക്കെ നമുക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എടുക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം ലാസ്റ്റ് ലുക്ക് ഒരു ഫിനിഷിങ് കിട്ടാൻ ഇങ്ങനത്തെ ഒരു പീസ് ഭംഗിയല്ലേ. പിന്നെ ഇതാ വളകളൊക്കെ നോക്കി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു വണ്ണത്തിലൊക്കെയുള്ള ഇങ്ങനത്തെ 1-2 വളകൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ മോഡലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വളകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെയൊക്കെ നല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെയൊക്കെ നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ്സും അതുപോലെ മുസ്ലിം ബ്രൈഡ്സ്, ഹിന്ദു ബ്രൈഡ്സൊക്കെ എനിക്ക് തോന്നുന്നു ഓർണമെൻറ്റ്സും മാറ്റുണ്ടായിരിക്കില്ല. ഓരോരോ മോഡൽസ് അവർ ഇടുന്ന മോഡൽസൊക്കെ മാറ്റുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മോഡൽസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അതിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്യായിരുന്നു. ഈ ചെയിൻസ് എല്ലാം വന്നിട്ട് അവരിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളതായിരുന്നു, ഇത്ര പവൻ്റെ സെറ്റ് എന്നുള്ള രീതിക്കൊക്കെ. ഇതിൽ ഈ ഒരു സിംഗിൾ ചെയിൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു മെയ്ഡ് ഫിനിഷാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രീൻ പേളോ റൂബി അങ്ങനെ എന്തോ ഒരു ഇത് വന്നിട്ട് ഇതിൻ്റെ നടുക്കുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇനി നമുക്കൊരു ലെയർമാല വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ലെയർമാല നമ്മൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള രീതിക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ലെയർമാലയൊക്കെ നമുക്ക് ഏറ്റവും മിനിമം ഇത്ര ഗോൾഡ് വേണം എന്നുള്ളതുണ്ടായിരിക്കും. അതിനുശേഷമുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇത്രയിൽ വേണം എന്നൊക്കെ പറഞ്ഞ് അവർ റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ഇത് അത്രയും ചെറിയ എന്താ പറയുക ബീഡ്സ് പോലെയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല മിനിമലായിട്ടുള്ള ലെയറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് വെയിറ്റുള്ള ടൈപ്പോ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വാങ്ങിയ ചെയിൻസ് എല്ലാം കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധമൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിലത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യിക്കാനുണ്ടായിരുന്നു, അതൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സംഭവം വെഡ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വെഡ്ഡിങ് വ്ളോഗും കല്യാണ തലേന്നുള്ള വ്ളോഗും അങ്ങനെ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ കിടക്കുകയാണ്. ഇനി നമ്മൾ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു അവൾക്ക് ഡെയിലി യൂസ് ആയിട്ട് ഇടാനൊക്കെ പറ്റിയിട്ടുള്ള. അപ്പോൾ റോസ് ഗോൾഡിലും സ്റ്റോൺ ഉള്ളതും അങ്ങനെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റിങ്ങാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 റിങ്ങും കൂടെ വാങ്ങിയിട്ടുണ്ട് അവൾക്ക്. അപ്പോൾ അതും റോസ് ഗോൾഡിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വാങ്ങിയിട്ടുള്ളത് സ്റ്റോണുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ജ്വല്ലറി സെറ്റിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ കല്യാണത്തിന് ശേഷം ഞാൻ അവളുടെ കയ്യിലുള്ളത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു റിങ്ങാണ് കേട്ടോ നമ്മൾ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് തോന്നുന്നു 18 ക്യാരറ്റിൻ്റെ ആണ് തോന്നുന്നു കേട്ടോ, റോസ് ഗോൾഡ് ടച്ച് വരുന്നതാണ്.
അപ്പോൾ ഇതാണ് കേട്ടോ കംപ്ലീറ്റ് അവളുടെ ജ്വല്ലറി സെറ്റ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് മെസ്സായി കിടക്കുകയാണ്, കാരണം അന്ന് എനിക്ക് ജ്വല്ലറിയിൽ നിന്ന് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയത് കാരണം. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്, നമ്മളന്ന് ഓർഡറൊക്കെ കൊടുത്ത് വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന കല്യാണം തലേന്നാണ്, അന്ന് പിന്നെ അവളെ റെഡിയാക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് കുറച്ച് മെസ്സായി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 5 ചെയിൻസാണ് വന്നിട്ടുള്ളത്, ഒക്കെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, ഹെവി ആയിട്ടുള്ളതൊന്നും വാങ്ങിയിട്ടില്ല. അവൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് നോക്കി വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വാങ്ങുന്നതിനോടാണ് പേഴ്സണലി ഇഷ്ടം കേട്ടോ, എങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചെങ്കിലൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ 4-5 ചെയിൻസും പിന്നെ ഒരു 5-6 വളയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിങ് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ സെറ്റ് വന്നിട്ട്. പിന്നെ ഏട്ടനുള്ള ഒരു സച്ചിൻ ടൈപ്പ് മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ് വന്നിട്ട് ഈ സൈഡിൽ കാണുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചെയിൻ മോഡലിലാണ് കേട്ടോ ബ്രേസ്ലെറ്റ് വന്നിട്ടുള്ളത്, കുറച്ച് ബീഡ്സൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജ്വല്ലറി സെറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു കൊച്ചു വ്ളോഗ് വന്നിട്ടുള്ളത്. എനിക്ക് ഇത്രയൊക്കെ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി കല്യാണ വ്ളോഗും കല്യാണ തലേന്നത്തെ വ്ളോഗും രംഗോലി വ്ളോഗും ഒക്കെ ഇതാ വരാൻ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.